നമസ്കാരം. സനാതന ധർമ്മത്തിൽ വളരെ ഉയർന്ന സ്ഥാനം അലങ്കരിക്കുന്ന ഒരു വസ്തുവാണ് മഞ്ഞൾ. മഞ്ഞൾ വീടുകളിൽ ഒരിക്കലും ഇല്ലാതെ ആവരുത് എന്ന് പൊതുവെ പറയുന്നു. ലക്ഷ്മി ദേവിയുടെ ഏറ്റവും പ്രിയപ്പെട്ട വസ്തുക്കളിൽ ഒന്നാണ് മഞ്ഞൾ എന്ന് കരുതപ്പെടുന്നു. മഞ്ഞൾ വീടുകളിൽ അതിനാൽ ഉണ്ടാകുന്നതിലൂടെ ആ വീട്ടിൽ ഐശ്വര്യം നിറയുന്നു എന്നാണ് വിശ്വാസം. അതിനാൽ ഒരു വീടായാൽ നിർബന്ധമായും ആ വീട്ടിൽ ഉണ്ടായിരിക്കേണ്ട വസ്തുവാണ് മഞ്ഞൾ. വിഷ്ണു ഭഗവാനും ലക്ഷ്മി ദേവിക്കും ഒരേപോലെ പ്രിയപ്പെട്ട വസ്തുവാണ് മഞ്ഞൾ. മഞ്ഞൾ ആരോഗ്യത്തിന് വളരെ ഗുണകരമായതിനാൽ ഒട്ടുമിക്ക എല്ലാ ആഹാരം പാചകം ചെയ്യുമ്പോഴും ഒരൽപ്പം മഞ്ഞൾ അതിൽ ചേർക്കുന്നതാണ്. ഇതിലൂടെ ആഹാരത്തിന് മൂല്യം വർദ്ധിക്കുന്നു എന്നാണ് വിശ്വാസം. അതിനാൽ തന്നെ അടുക്കളയിലെ ഐശ്വര്യം മഞ്ഞളായി കരുതപ്പെടുന്നു. വീടുകളിൽ പലതരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതാണ്. ചില പ്രശ്നങ്ങൾ വലുതും എന്നാൽ ചിലത് ചെറുതുമാകുന്നു. ഈ പ്രശ്നങ്ങൾ ചെറുതോ വലുതോ ആയിക്കൊള്ളട്ടെ, അത് സാമ്പത്തികമോ കുടുംബ ഐക്യമോ അങ്ങനെ എന്തു തന്നെ ആയാലും ഒരുവിധം എല്ലാ പ്രശ്നങ്ങൾക്കും മഞ്ഞൾ ഉപയോഗിച്ച് പരിഹാരം കണ്ടെത്താവുന്നതാണ്. വീടുകളിൽ അതിനാൽ ഉണ്ടാകുന്ന ഈ പുണ്യ വസ്തുവുമായി ബന്ധപ്പെട്ട ഫലങ്ങളും ഉപായങ്ങളെക്കുറിച്ചും ഈ വീഡിയോയിലൂടെ വിശദമായി മനസ്സിലാക്കാം. വിവാഹം വൈകുന്നവർ. കുടുംബത്തിൽ വിവാഹപ്രായമായിട്ടും വിവാഹം നടക്കാതെ തടസ്സങ്ങൾ അനുഭവിക്കുന്നവർക്ക് ഒരു ചെറിയ ഉപായം മഞ്ഞൾപ്പൊടി ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ്. നിത്യവും കുളിക്കുന്ന വെള്ളത്തിൽ ഒരൽപ്പം മഞ്ഞൾപ്പൊടി, ഒരു നുള്ള് മതിയാകും. ഇതിട്ട് കുളിക്കുന്നതിലൂടെ പെട്ടെന്ന് നല്ല വിവാഹാലോചനകൾ വന്നു ചേരുവാനും കൂടാതെ വിവാഹ കാര്യങ്ങൾ എല്ലാം തന്നെ ഒത്തുവരുവാനും സഹായിക്കുന്നതാണ്. ഇത്തരത്തിൽ ഒരു ചെറിയ ഉപായം ചെയ്യുന്നത് വിവാഹ തടസ്സങ്ങൾ മാറുവാനും ഉചിതമായ ബന്ധം വന്നു ചേരുവാനും സഹായകം ആകുന്നതാണ്. വെള്ളിയാഴ്ചയാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്തു തുടങ്ങുന്നതിന് ഉത്തമമായ ദിവസം. ദമ്പതികൾ തമ്മിൽ കലഹം. ദമ്പതികൾ തമ്മിൽ നിത്യവും കലഹവും പ്രശ്നങ്ങളുമായി വലയുന്നു എങ്കിൽ ഇതേപോലെ മഞ്ഞൾ ഉപയോഗിച്ച് ലളിതമായ പരിഹാരം ചെയ്യാവുന്നതാണ്. ഇതിനായി ശുദ്ധമായ മഞ്ഞൾ അഥവാ മഞ്ഞൾപ്പൊടി ഒരു വെള്ള തുണിയിലെടുത്ത് കെട്ടിയ ശേഷം കിടക്കുന്ന കട്ടിലിനടിയിൽ നിത്യവും വച്ചുറങ്ങുന്നത് ഉത്തമമായി കരുതപ്പെടുന്നു. ഇത്തരത്തിൽ വയ്ക്കുന്ന മഞ്ഞൾ അഥവാ മഞ്ഞൾപ്പൊടി നിത്യവും മാറ്റേണ്ടതാണ്. ഇവ മാറ്റുമ്പോൾ ഒരു ഭരണിയിലോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലുമോ ഭദ്രമായി വച്ച ശേഷം 108 ദിവസത്തിന് ശേഷം അല്ലെങ്കിൽ ആ പാത്രം നിറയുമ്പോൾ പുഴയിൽ ഈ മഞ്ഞൾ ഒഴുക്കി കളയേണ്ടതാണ്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ദാമ്പത്യ ബന്ധം കൂടുതൽ ദൃഢം ആവുകയും ദമ്പതികൾ തമ്മിൽ ഐക്യം വർദ്ധിക്കുകയും ചെയ്യുന്നതാണ്. ദൃഷ്ടിദോഷം. ചില വ്യക്തികളുടെ ദൃഷ്ടി പതിഞ്ഞാൽ തന്നെ ചില കാര്യങ്ങൾ നഷ്ടപ്പെടും എന്ന് പറയുന്നതാണ്. ഇത് ഇവരുടെ ദൃഷ്ടിയാൽ വന്നു ചേരുന്ന നെഗറ്റീവ് ഊർജത്താൽ ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ വസ്തുവിനോ വരുന്ന മാറ്റങ്ങളാലാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഇത്തരത്തിൽ ദൃഷ്ടിദോഷം വരാതെ ഇരിക്കുവാൻ വീടുകളിലെ മുൻവശത്തെ വാതിലിന് മേൽ മഞ്ഞൾപ്പൊടി ഉപയോഗിച്ച് ഒരു സ്വസ്തിക വരയ്ക്കുന്നത് ഉത്തമമാകുന്നു. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നെഗറ്റീവ് ഊർജം വീടുകളിലേക്ക് പ്രവേശിക്കില്ല എന്നാണ് പറയുന്നത്. വീട്ടിലെ വാസ്തുദോഷങ്ങൾക്കും ഒരു ഉചിതമായ പരിഹാരമായി ഇങ്ങനെ ചെയ്യുന്നതിനെ പറയുന്നു. വീടുകളിൽ കലഹം, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, രോഗം എന്നിവ ഇല്ലാതാകുവാൻ ഈ ഉപായം സഹായിക്കുന്നതാണ്. തൊഴിൽ പ്രശ്നങ്ങൾ. തൊഴിൽ തടസ്സങ്ങൾ അല്ലെങ്കിൽ തൊഴിൽ രംഗത്ത് ശത്രുദോഷത്താൽ പല പ്രശ്നങ്ങൾ വന്നു ചേരുന്നതാണ്. ഇത്തരം പ്രശ്നങ്ങൾ വരുന്നത് തടയുവാൻ മഞ്ഞൾ ഉപയോഗിക്കാവുന്നതാണ്. മഞ്ഞൾപ്പൊടി അല്പമെടുത്ത് ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിച്ച ശേഷം വിഷ്ണു ഭഗവാന്റെ പാദത്തിൽ അർപ്പിച്ച് നെറ്റിയിൽ തിലകമണിഞ്ഞ് ജോലിക്കായി പോവുകയോ അല്ലെങ്കിൽ ജോലി തേടി പോവുകയോ ചെയ്യുന്നതിലൂടെ അന്നേ ദിവസം തൊഴിൽ തടസ്സങ്ങൾ ഇല്ലാതെയാകുന്നു എന്നും യാത്ര ശുഭകരമാകുന്നു എന്നും പറയുന്നു. അതിനാൽ തൊഴിൽ രഹിതർ ജോലി തേടി പോകുമ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് അത്യുത്തമമാകുന്നു. ഐശ്വര്യത്തിനായി. ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നിത്യവും വീടുകളിൽ ഉണ്ടാകുവാനും കൂടാതെ സാമ്പത്തിക വർധനയ്ക്കും വേണ്ടി മഞ്ഞൾപ്പൊടി അല്പം കലർത്തിയ ജലം വീടുകളിൽ തളിക്കുന്നത് ഉത്തമമായി കരുതപ്പെടുന്നു. വീടുകളിൽ എല്ലായിടത്തും സാധിച്ചില്ലെങ്കിലും
മുൻവശത്തെങ്കിലും ഇങ്ങനെ തളിക്കുന്നത് ഉത്തമമായി കരുതപ്പെടുന്നു. ഇങ്ങനെ എല്ലാ ദിവസവും ചെയ്യുവാൻ സാധിച്ചാൽ അപ്രകാരം ചെയ്യാവുന്നതാണ്. എന്നാൽ അങ്ങനെ സാധിച്ചില്ലെങ്കിൽ എല്ലാ വെള്ളിയാഴ്ചകളിലും ഇങ്ങനെ ചെയ്യുന്നതിലൂടെ വീടുകളിൽ ഐശ്വര്യം വർദ്ധിക്കുകയും സമ്പൽ സമൃദ്ധി വന്നു ചേരുകയും ചെയ്യുന്നതാണ്. ഇങ്ങനെ വീടുകളിൽ ചെയ്താൽ ആ വീടുകളിൽ പോസിറ്റീവ് ഊർജം വന്നു ചേരുവാൻ സഹായിക്കുന്നതാണ് എന്ന് വാസ്തുവിൽ പറഞ്ഞിരിക്കുന്നു. ഇനി അടുക്കളയിൽ നാം മഞ്ഞൾ സൂക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചെയ്യാവുന്ന കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. ഉണക്കമുളക്. അടുക്കളയിൽ മഞ്ഞൾപ്പൊടി ഇട്ട് വയ്ക്കുന്ന പാത്രത്തിൽ ഉണക്കമുളക് ഇട്ട് വയ്ക്കുന്നത് ഉത്തമമായി കരുതപ്പെടുന്നു. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ എല്ലാം തന്നെ അതിവേഗം ഇല്ലാതാകുവാൻ സാധിക്കുന്നു എന്നാണ് വിശ്വാസം. മഞ്ഞൾപ്പൊടിയിൽ 1, 5 അല്ലെങ്കിൽ 7 ഉണക്കമുളക് ഇട്ട് വയ്ക്കാവുന്നതാണ്. എന്നാൽ ഇങ്ങനെ ചെയ്യുമ്പോൾ മറ്റാരും ഇത് കാണാതെ ചെയ്യണം എന്നാണ് വിശ്വാസം. ഇങ്ങനെ വൈകുന്നേരം കഴിവതും വെള്ളിയാഴ്ചകളിലാണ് മഞ്ഞൾപ്പൊടി ഇട്ട് വയ്ക്കുന്ന പാത്രത്തിൽ ഉണക്കമുളക് ഇട്ട് വയ്ക്കുന്നത് ഉത്തമമായി കരുതപ്പെടുന്നത്. ഏലക്ക. ഇതേപോലെ ധനം വർദ്ധിക്കുവാനും വീടുകളിൽ ഐശ്വര്യവും സമൃദ്ധിയും വന്നു ചേരുവാനും മഞ്ഞൾപ്പൊടി ഇട്ട് വയ്ക്കുന്ന പാത്രത്തിൽ 2 ഏലക്ക ഇട്ട് വയ്ക്കുന്നത് ഉത്തമമായി കരുതപ്പെടുന്നു. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ കുടുംബത്തിൽ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വർദ്ധിക്കും എന്നാണ് വിശ്വാസം. ഏലക്ക ഇത്തരത്തിൽ ഇട്ട് വയ്ക്കുമ്പോൾ മറ്റാരും കാണാതെ വേണം ഇവ ഇട്ട് വയ്ക്കുവാൻ. കൂടാതെ വൈകുന്നേരം സമയത്ത് വേണം ഇങ്ങനെ ചെയ്യുവാൻ. എന്നാൽ മാത്രമേ ഉത്തമ ഫലം ലഭ്യമാകൂ എന്നാണ് വിശ്വാസം. കുരുമുളക്. മഞ്ഞൾപ്പൊടി ഇട്ട് വയ്ക്കുന്ന പാത്രത്തിൽ കുരുമുളക് ഇട്ട് വയ്ക്കുന്നതും വളരെ ഉത്തമമായി കരുതപ്പെടുന്നു. ഇങ്ങനെ മഞ്ഞൾപ്പൊടി സൂക്ഷിക്കുന്ന പാത്രത്തിൽ കുരുമുളക് ഇട്ട് വയ്ക്കുന്നതിലൂടെ കുടുംബത്തിൽ ഐക്യം വർദ്ധിക്കുവാൻ കാരണം ആകുന്നതാണ് എന്നാണ് വിശ്വാസം. കുടുംബത്തിൽ ശാന്തിയും സമാധാനവും ഉണ്ടാകുവാൻ വേണ്ടി 2 കുരുമുളക് വീതം മഞ്ഞൾപ്പൊടി സൂക്ഷിക്കുന്ന പാത്രത്തിൽ ഇട്ട് വയ്ക്കുന്നത് വളരെയധികം ഗുണഫലങ്ങൾ വീട്ടിൽ നൽകുന്നതാണ്. മല്ലി. വീടുകളിൽ നിത്യവും വഴക്കും ബഹളവും ആണെങ്കിൽ മഞ്ഞൾ സൂക്ഷിക്കുന്ന പാത്രത്തിൽ 2 മല്ലി ഇട്ട് വയ്ക്കുന്നത് വളരെ ഉത്തമമായി കരുതപ്പെടുന്നു. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ വീട്ടിൽ കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ദേഷ്യം ഇല്ലാതാകുവാനും കൂടാതെ വഴക്ക് ഇല്ലാതാകുവാനും സഹായിക്കുന്നു എന്നാണ് വിശ്വാസം. ഇത്തരത്തിൽ നാം ചെയ്യുന്നതിലൂടെ കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ഐക്യം വർദ്ധിക്കുന്നതായി പറയുന്നു. ഒരു നാണയം. ഇതേപോലെ മഞ്ഞൾപ്പൊടി സൂക്ഷിക്കുന്ന പാത്രത്തിൽ ആരും കാണാത്ത രീതിയിൽ ഒരു നാണയം ഇട്ട് വയ്ക്കുന്നതും വളരെ ശുഭകരമായി കരുതപ്പെടുന്നു. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ എത്ര വലിയ സാമ്പത്തിക പ്രതിസന്ധിയും വളരെ എളുപ്പം ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്താൽ മറികടക്കുവാൻ സാധിക്കും എന്നാണ് വിശ്വാസം. അതിനാൽ സാമ്പത്തിക ഉയർച്ച ആഗ്രഹിക്കുന്നവർ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ജീവിതത്തിൽ ഉറപ്പായും ഉണ്ടാകുന്നതാണ്. ഇവ മാത്രമല്ല, ഒരിക്കലും വീടുകളിൽ മഞ്ഞൾപ്പൊടി കഴിയുവാൻ പാടുള്ളതല്ല. അങ്ങനെ കഴിയുന്നത് വളരെ ദോഷകരമായി കണക്കാക്കപ്പെടുന്നു. അതിനാൽ മഞ്ഞൾപ്പൊടി എപ്പോഴും നാം ഇട്ട് വയ്ക്കുന്ന പാത്രത്തിൽ പകുതിയിൽ കൂടുതൽ ഉണ്ടായിരിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇതേപോലെ ഉപ്പുകൊണ്ട് പലവിധ പരിഹാരങ്ങൾ ചെയ്യുവാൻ സാധിക്കുന്നതാണ്. ഇതേക്കുറിച്ചുള്ള വീഡിയോകൾ ചാനലിൽ ലഭ്യമാണ്. ഈ വീഡിയോകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്നു.